അനുമോൾ അന്ന് പറഞ്ഞ സംഭവം ഞാനിങ്ങനെ ബിഗ് ബോസിൻ്റെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു 6 മണിക്കൂർ അനു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ ക്യാമറ ക്ലിപ്സുകളും എടുത്തു വെച്ച് ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പം നമ്മളിപ്പം അവരെ എന്തെങ്കിലും രീതിയിൽ മറച്ചിട്ടുണ്ടോ, അവർ പ്രേക്ഷകരെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമേ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറയുന്നുണ്ട് അങ്ങനെ കണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. കാര്യം ഞങ്ങൾക്ക് അത്രയും വലിയ കണ്ടന്റാണല്ലോ അത്. ഞങ്ങളത് 100% സമൂഹത്തിന് മുമ്പിൽ കാണിക്കും. അവർക്ക് അവിടെ അനുമോൾ പറയുന്നത് ശരിയാക്കി തീർക്കണമെന്നും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ആഗ്രഹമില്ല. ആര്യലിനെയും ജിസേലിനെയും മോശമാക്കണമെന്നും നന്നാക്കണമെന്നും അവർക്ക് ആഗ്രഹമില്ല. ആര് നന്നായാലും നന്നാവുന്നത് അവനവൻ്റെ കയ്യിലിരിപ്പുണ്ട്, ആര് മോശമായാലും അത് അവൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇത് രണ്ടിനും പറ്റത്തില്ല. അവർക്ക് ആകെ പറ്റുന്നത് ഒരു എപ്പിസോഡിൽ നിങ്ങളെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ പറ്റൂ. ഒരു എവിക്ഷൻ മാറ്റിവെക്കാം, നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തവണത്തെ എവിക്ഷൻ ഒഴിവാക്കാം. അത് വേണമെങ്കിൽ അവർ വിചാരിച്ച് നടക്കും. 2 പേരെ ഒരുമിച്ച് പുറത്താക്കണമെങ്കിൽ അതും അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാതെ ഒരു മത്സരാർത്ഥിക്കും നല്ലതുണ്ടാക്കി കൊടുക്കാനും ഒരു മത്സരാർത്ഥിക്കും മോശമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് വിചാരിച്ചാൽ നടക്കത്തില്ല. കാര്യം ഇത് മത്സരാർത്ഥിക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ അനുമോള് കണ്ടിട്ടുണ്ടെങ്കിൽ അതവിടെ നടന്നിരിക്കണം എന്നായിരിക്കണം അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നടന്നിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കാൻ ശ്രമിച്ചു. എന്നോട് അവർ പറഞ്ഞു 6 മണിക്കൂറിലധികം ഞങ്ങൾ എല്ലാ ക്യാമറ ക്ലിപ്സും എടുത്ത് വെച്ചിട്ട് മൊത്തം നോക്കി. അപ്പോൾ അവർക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ല. മേ ബി അത് ഇനി സംഭവിച്ചേക്കാം. കാര്യം ഹൗസാണ്. നാളുകൾ കഴിയും തോറും സുഹൃത്തുക്കൾ പ്രേമം വർക്കൗട്ടായി കഴിഞ്ഞാൽ, സുഹൃത്തുക്കൾക്കിടയിൽ അത് മറ്റൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ, പ്രണയമായി മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അനുമോൾ ഇന്നലെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പറഞ്ഞത് ശരിയല്ല. പക്ഷെ നാളെയിൽ വേണമെങ്കിൽ അത് സംഭവിക്കാം. സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അനുമോൾ പറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഓവർ സദാചാരത്തിൻ്റെ പ്രശ്നമാണ്. അതൊന്നും ഡിബേറ്റിംഗ് പോയിൻ്റേ അല്ല അത്.